മീഞ്ചന്ത മിനി ബൈപ്പാസിൽ പറക്കും തളിക എത്തിയെന്ന വാർത്ത തെല്ലൊരു ആശ്ചര്യത്തോടെയാണ് ജനങ്ങൾ കേട്ടത്. പിന്നീട് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ബൈപ്പാസിലേക്ക്. മിംസ് ആശുപത്രിയുടെ കോർപ്പറേറ്റ് പരസ്യത്തിന് വേണ്ടി എത്തിയ ഹെലിക്യാം സിസ്റ്റമാണ് പറക്കും തളികയുടെ രൂപത്തിലിറങ്ങിയത്. കോഴിക്കോട് മിനി ബൈപ്പാസിൽ പറക്കും തളികയെത്തിയെന്ന വാർത്ത ഞൊടിയിടയിലാണ് ജില്ലയാകെ വ്യാപിച്ചത്. പിന്നീട് ഉറവിടം തേടിയുള്ള യാത്രയിലായിരുന്നു നാട്ടുകാർ. അന്വേഷണത്തിലൊടുവിൽ എത്തിച്ചേർന്നത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മിംസ് ആശുപത്രിക്ക് മുന്നിലാണ്. അപ്പോഴും ആശുപത്രിക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയാണ് ആശാൻ. ചിത്രകഥകളിൽ കണ്ട പറക്കും തളികയല്ല, മറിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവാൻ തുടങ്ങി. ഗോപ്രോ ക്യാം വഹിച്ചുകൊണ്ടുള്ള പൈലറ്റില്ല ഹെലികോപ്റ്ററാണ് താരം. താഴെ എത്തിയപ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടിയത്. ഹെലിക്യാമിനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രശസ്ത ഛായാഗ്രഹകൻ VR ജഗന്ത് താഴെയുണ്ട്. വിജയകൃഷ്ണ ഫിലിംസിന്റെ ബാനറിൽ മിംസ് ആശുപത്രിയുടെ കോർപ്പറേറ്റ് സിനിമയുടെ ചിത്രീകരണമായിരുന്നു. 2 ദിവസം മുൻപാണ് മിംസിന്റെ ചിത്രീകരണത്തിനായി ഇത്തിരി കുഞ്ഞൻ ഹെലിക്യാം കോഴിക്കോട്ടെത്തിച്ചത്. GPS സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം ഉപയോഗിച്ച് 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താനാകും. മാഗ്നറ്റിക് കൺട്രോളിലാണ് പ്രവർത്തനം. സാധാരണ സിനിമകളിലും മറ്റുമാണ് ഹെലിക്യാം ഉപയോഗിക്കുന്നത്. കോഴിക്കോട്ട് ആദ്യമായാണ് പരസ്യ ചിത്രീകരണത്തിനായി ഹെലിക്യാം ഉപയോഗിക്കുന്നത്. അർഷാദാണ് പ്രൊജക്ട് ക്യാമറമാൻ. ആകാശത്തു നിന്നും ഹെലിക്യാമിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ താഴെ മോണിറ്റർ ചെയ്യാനും ദൃശ്യങ്ങൾ പകർത്താനുമുള്ള സൗകര്യവുമുണ്ട്.